സർവീസിൽ നിന്ന് 22 പേരെ CPM മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു അസംബ്ലി പറഞ്ഞ് പിരിച്ചുവിട്ടെന്ന് പറഞ്ഞാൽ അതിലൊരു മാന്യനാണ് ഇപ്പം അവിടെ വടകരയിലെ ഷാഫി പറമ്പിൻ്റെ തലയിൽ അടിച്ചെന്ന് പറയുന്നത്. കാരണം അന്നാ പോലീസ് ഇതുവരെ അവിടുത്തെ SP ആരും പറഞ്ഞില്ലല്ലോ ആ അടിച്ച ആൾ ഇന്ന ആളാണെന്ന് ഇതുവരെ പറയാത്തത്. അപ്പോൾ അതൊക്കെ സപ്രസ് ചെയ്തതാണ്. പോലീസിന് യൂണിഫോം ഇട്ട ഒരാളുടെ തലക്കടിച്ചു കഴിഞ്ഞാൽ എന്താ കണ്ടുപിടിക്കാൻ 5 മിനിറ്റ് ഞാൻ കണ്ടുപിടിക്കാമല്ലോ, എന്താ ഇത്ര നാളായിട്ട് അത് വെളി വരാത്തത്? അതൊക്കെ പോലീസിൻ്റെ ഭാഗത്ത് വൻ വീഴ്ചകളുണ്ട്. അതൊക്കെ നേരായി കൃത്യമായിട്ട് നമ്മളൊക്കെ പറയുന്നതാണ്. പക്ഷേ ഇവിടെ ഈ SP സുജിത് ദാസ് തീർച്ചയായിട്ടും അദ്ദേഹം 150ഓളം കേസുകൾ എയർപോർട്ടിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരുന്ന ഗോൾഡിന് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം തൊണ്ടി മുതൽ രൂപമാറ്റം വരുത്തി അതിന് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യണ്ടേ? അദ്ദേഹത്തിന് അധികാരമില്ല അതിന്. അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത് റെപ്രസെൻ്റ് ചെയ്യണം. രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ അത് പത്രക്കാരോ ആരെങ്കിലും റെപ്രസെൻ്റ് ചെയ്തെങ്കിലേ മുന്നോട്ട് പോകുള്ളൂ. ഈ പാവം പിടിച്ച ഒരു SI അത് റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിന് ഒരു MLA പരാതിപ്പെട്ടു, അദ്ദേഹത്തിന് മുന്നണിയിൽ നിന്ന് ഇറങ്ങി പോരേണ്ടത് ഇപ്പൊ തൃണമൂലമാണ്. ഒരു MLA ഈ പരാതിപ്പെട്ട ശ്രീജിത്തിന്റെ അവസ്ഥ ഇതാണ്. ഈ ആരോപണ വിധേയർ എവിടെയാണെന്ന് നോക്കൂ. ജോർജ് ജോസഫ് ആരോപണ വിധേയർ, സ്വർണം പൊട്ടിക്കൽ എന്ന് തന്നെ പറയാവുന്ന കാര്യം ചെയ്ത അജിത് കുമാറും സുജിത് ദാസും എവിടെയാണ്? AIG ആക്കി, SP AIG ആക്കി പിണറായി, ADGP DGP ആക്കി. അപ്പോൾ ഈ സിസ്റ്റം ആരെയാണ് സംരക്ഷിക്കുന്നത്? ശ്രീജിത്തുമാരെയല്ല, അൻവർമാരെയല്ല, സുജിത് ദാസിനെയും അജിത് കുമാറിനെയുമാണ്. അതൊക്കെ സമ്മതിക്കുന്നു. അതൊക്കെ പക്ഷേ നമ്മൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യാനൊക്കെ നമുക്ക് നിയമപരമായി കോടതിയിലൂടെ പോയേ പറ്റുള്ളൂ. പോയാൽ കിട്ടും, നീതി കിട്ടും. പക്ഷേ അതിലൂടെ ഇതുവരെ ശ്രീജിത്ത് നരേന്ദ്രൻ പോയിട്ടില്ല എന്ന് ഞാൻ കരുതുന്നത്. അദ്ദേഹം പോലീസിൽ 6 മാസം മിക്കവാറും കോടതി പോണെങ്കിൽ ജോർജ് ജോസഫ് അദ്ദേഹത്തിന് രേഖകൾ വേണം, തെളിവ് വേണം. വിവരാവകാശ നിയമപ്രകാരം ഒരു കാര്യം ചോദിച്ചാൽ അത് അച്ചടക്ക ലംഘനമാണ്. പോലീസ് സേനയിൽ സ്വർണം പൊട്ടിക്കൽ അച്ചടക്ക ലംഘനമല്ല, അത് പ്രതിച്ഛായ മോശമാക്കലല്ല. ഒരു വിവരാവകാശ പ്രകാരം ഒരു കാര്യം ചോദിച്ചാൽ അയാൾക്ക് കോടതി പോകാൻ പറ്റുള്ളൂ. അത് കൊടുക്കുകയില്ല. അങ്ങനെ ചോദിച്ചാൽ അച്ചടക്ക ലംഘനമായി സസ്പെൻഷൻ 5-6 മാസമല്ല 2 കൊല്ലം സസ്പെൻഷൻ. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ പ്രശ്നം. ജോർജ് ജോസഫ് അതേ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തതുകൊണ്ട് എനിക്ക് സംശയമാണ്. കാരണം പിന്നെ അദ്ദേഹം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോകാത്തത് അപ്പം തന്നെ 6 മാസത്തിനകം റീഇൻസ്റ്റേറ്റ് ചെയ്യുമല്ലോ. അതിനുശേഷം അദ്ദേഹത്തിന് വേണം ഹൈക്കോടതി പോകാമല്ലോ. അപ്പോൾ അതൊന്നും പോയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോകണം, ഇനിയെങ്കിലും അത് പോകണം. കാരണം ഫൈറ്റ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ഫൈറ്റ് ചെയ്യണം. ഞങ്ങളൊക്കെ അങ്ങനെ ഫൈറ്റ് ചെയ്ത് കയറി വന്നവരാ. അതിന് പേടിക്കരുത്. DGP അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവരാരും പേടി. നമുക്ക് എന്താ പേടിയെന്നറിയാമോ? താമിർ ജിഫ്രിയെ തല്ലിക്കൊന്നതിൽ ഇതേ വിഭാഗത്തിനെതിരെ ആരോപണമുണ്ട്. മറ്റൊന്ന്, എടവണ്ണയിൽ ഒരു ചെറുപ്പക്കാരനെ വെടിവെച്ചു കൊന്നു. അതിൽ ആരോപണ വിധേയരാണ് ഇവർ. അതും ആരോപണമായി മുന്നിൽ നിൽക്കുകയാണ്. അതൊക്കെ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് പോലീസ്. ഇതൊക്കെ മാമി എന്ന് പറയുന്ന ഒരാൾ തട്ടിക്കൊണ്ടുപോയി, അയാളെ അറിയില്ല എവിടെയാണെന്ന്. അതിലും ആരോപണം അജിത് കുമാറിനും പോലെയുള്ള ആളുകൾക്കെതിരെയാണ്. ഇത്രയും വലിയ ആൾക്കാർക്കെതിരെ ഈ പാവം ശ്രീജിത്ത് ഫൈറ്റ് ചെയ്യുന്നത്. അത് ശരിയാണ്. മാമിയുടെ തിരോധാനം തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ADGPയുടെ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ പറയുന്നുണ്ട്. മാമി മാത്രമല്ല, അതിനടുത്ത് തന്നെ ഒരു പയ്യനെ തലയ്ക്ക് വെടിവെച്ച് കൊന്ന ഒരു കള്ളക്കടത്ത് നടത്തിയെന്നൊക്കെ ആരോപിക്കപ്പെട്ട ഒരു പയ്യനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഇവരുടെ ഇൻ്റർഫിയറൻസ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായതിൻ്റെ പേരിൽ വന്നിട്ടുണ്ട്, ധാരാളമുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു ഗവൺമെൻറ് ചെയ്തില്ലെങ്കിൽ അടുത്ത ഗവൺമെൻറ് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ കോടതി പോകണം. പബ്ലിക് ഇൻട്രസ്റ്റിൽ പോയേ പറ്റുള്ളൂ. അങ്ങനെ പോയെങ്കിൽ നീതി നടപ്പാക്കാൻ ഒക്കുള്ളൂ. ശ്രീജിത്ത് പോരാടിയില്ല, അദ്ദേഹം പിൻവാങ്ങിപ്പോയി, കീഴടങ്ങി എന്ന് ആരോപിക്കരുതെന്ന് മാത്രം അഭ്യർത്ഥിച്ചുള്ളൂ.